നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അലർജിക് റൈനൈറ്റിസിനെ പറ്റിയാണ്. മൂക്കിലുണ്ടാവുന്ന അലർജിക്കാണ് നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഈ അലർജിക് പ്രോബ്ലംസ് ആയിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ കഴിയുന്നത് കുറേ പേരൊന്നും ഇത് ചികിത്സ എടുക്കാറില്ല. ഇത് കൂടുതലും പേരൻസിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ജനറ്റിക്കലായിട്ടും ഇതുണ്ടാവാം. കുറേ പേര് ചോദിക്കാറുണ്ട്, അലർജിക് റൈനൈറ്റിസ് എൻ്റെ ഇമ്മ്യൂണിറ്റി കുറവ് കാരണമാണോ? അല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരു പൊടിയോട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് അലർജിക് റൈനൈറ്റിസിന് കാരണം. നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് കൂടുതലും കാണപ്പെടുന്നത്? കൂടുതലായിട്ടുള്ള തുമ്മൽ, ഒരു 10 തൊട്ട് 15 അടുപ്പിച്ച് തുമ്മുക, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ചിലവർക്ക് ഇത് കുറേ കഴിയുമ്പോഴത്തേന് സ്മെല്ല് അറിയാതിരിക്കുക, ഇതിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റഡ് ആയിട്ട് സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ വരിക, ഇതൊക്കെയാണ് കൂടുതലും കംപ്ലയിൻസ് ആയിട്ട് വരുന്നത്. ഒരു പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അല്ലെ OPDയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ പേഷ്യൻറ്റിന് അലർജിക് റൈനൈറ്റിസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂക്കൊലിപ്പ് കാരണം മൂക്കിൻ്റെ മണ്ടയ്ക്ക് ഒരു വര വരാനും, ഡാർക്ക് സർക്കിൾസ് വരാനും, അതുപോലെ തന്നെ ചെവിയിൽ ഡ്രൈനസ് ഉണ്ടാകാനും, ത്രോട്ടിൽ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാകാനും ഇത് കാണിക്കപ്പെടും. നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു നമുക്ക് ജസ്റ്റ് ഒരു OPD ബേസിസിൽ ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ വെച്ചിട്ട്, അതായത് ക്യാമറ മൂക്കിലിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് എന്തെങ്കിലും ദശവളർച്ചയുണ്ടോ, സൈനസുകൾ ഇൻഫെക്ഷൻ ആകുന്നുണ്ടോ, മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റുകൾ പൊതുവേ നമ്മൾ ചെയ്യുന്നത് ബ്ലഡിലെ ഈസ്നോഫിൽ കൗണ്ട് എന്തുമാത്രം ഹൈ ആണ് എന്ന് നോക്കാനൂടെ വേണ്ടിയാണ്. ഇതെങ്ങനെയൊക്കെ ചികിത്സിക്കാം? ചികിത്സ ആദ്യമേ പ്രതിരോധമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് വീടുകളിലാണെങ്കിൽ കഴിയുന്നതും കിടക്കുന്ന ബെഡ്റൂമിൽ കുറച്ച് ഫർണിച്ചേഴ്സ് അതാവുമ്പോൾ ഡസ്റ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെറ്റ്സുകൾ, ക്യാറ്റ്, ഡോഗ്, പ്രാവുകൾ, ഇതൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ബെഡ്ഷീറ്റ്, പില്ലോ കവർ ആഴ്ച 2 തവണ വെച്ചിട്ട് മാറുക. തിന്നായിട്ടുള്ള ഷീറ്റ്സ് യൂസ് ചെയ്യുക. പുതയ്ക്കാൻ വേണ്ടി തിന്നായിട്ടുള്ള ഷീറ്റ്സ് എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റുന്നത് യൂസ് ചെയ്യുക. ഡസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ മാസ്കുകൾ വെക്കുന്നതും ഈ അലർജീനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ മെയിനായിട്ട് കൊടുക്കുന്നത് നീസൽ സ്പ്രേകളാണ്. അത് യൂഷ്വലി സ്റ്റിറോയിഡ് സ്പ്രേകളാണ്. പക്ഷേ അത് ബ്ലഡിൽ അലിയുകയായിട്ടോ സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റ് ബോഡിയിൽ വരികയായിട്ടോ ചെയ്യുകയില്ല. അതാകെ ആ മൂക്കിൻ്റെ ഭാഗത്തെ അലർജി മാത്രമാണ് കുറയ്ക്കുന്നത്. മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ നീസൽ വാഷുകൾ കൊടുക്കുക. അപ്പം ഈ നീസൽ വാഷും നീസൽ സ്പ്രേയും കൂടെ തന്നെ കമ്പൈൻ ചെയ്യുമ്പോൾ തന്നെ പാതിയും അലർജിക് റിയാക്ഷൻസ് കുറയാറുണ്ട്. ഇപ്പോഴത്തെ പഠനങ്ങളിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസികളും അലർജി സിംറ്റംസിനെ കൂട്ടാനും കാരണമാകുന്നുണ്ട്. സോ അത് കൺട്രോൾ ചെയ്യുന്ന വഴിയും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പല ഇൻഫെക്ഷൻസുകളായിട്ടും, സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ, ഹെഡ് ഏക്കുകളായിട്ടും, മൂക്കിൽ ദശവളർച്ചകൾ വരെയായിട്ടും മാറാനുള്ള ചാൻസുകളുണ്ട്. അപ്പം കഴിയുന്നതും അലർജിക് റൈനൈറ്റിസ് ഉള്ള പേഷ്യൻസ് ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതാണ്.